അങ്ങനെയൊക്കെ ഒരു സീനിൽ ഇൻവോൾവ്മെന്റ് ആക്കി ചെയ്യണം എന്നൊക്കെ അന്ന് ഒരു ആക്ടർ ഇന്റലിജൻസ് ഉണ്ടായിരുന്നോ? എന്താന്നറിയില്ല, എല്ലാവരും ചെയ്യുന്ന കണ്ടപ്പം ഒരു ടേക്ക് എടുത്തു. അപ്പൊ അത് ശരിയായില്ല. ലിസി മാഡം ആയിരുന്നു. അപ്പൊ സെക്കൻഡ് ടേക്ക് എടുത്തപ്പം ലിസി മാഡം ഇങ്ങനെ നെറ്റിയിൽ ചുംബിക്കുന്നുണ്ട്. ഡെത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ ഇതാണ്, ഫ്യൂണറലാണ്. അപ്പം എനിക്ക് തോന്നി ഞാനും ചെയ്യണം എന്ന് എനിക്ക് സ്വന്തം തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനും ദേവനങ്കളിലെ ഫോർഹെഡിൽ കിസ് ചെയ്യാണ്. അത് കഴിഞ്ഞ ഉടനെ എല്ലാവരും ഭയങ്കര ക്ലാപ്പിങ്ങും ഭയങ്കര കുട്ടി എങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കറിയില്ല, ഞാൻ ആ ലോജിക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പൊ എപ്പോഴും അത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛനായിരുന്നു ഏറ്റവും വലിയ ബലം. അച്ഛൻ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഷൂട്ടിങ്ങുകൾ ഇതാക്കിയിരുന്നത്. മാമിന് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കുട്ടിയായിരുന്നു അപ്പൊ എല്ലാ ഫുഡും ബോൺവിറ്റും ഉൾപ്പെടെ. ഈ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് അച്ഛൻ എന്താ വെച്ചാൽ LIC ജോലിയാണ്. അപ്പൊ പുള്ളി സാലറി കിട്ടുന്നതിന് മുന്നേ കുറച്ച് അഡ്വാൻസ് ഒക്കെ വാങ്ങി ടാക്സി ഒക്കെ വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പം എല്ലാ എക്സ്പെൻസും നമ്മൾ മീറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതൊന്നുമല്ല, അവിടെ പോയപ്പോ എല്ലാം ഒരു പ്രൊഡ്യൂസറാണ് ഒക്കെ ചെയ്യുന്നത്. നമുക്ക് അറിയുന്നില്ലല്ലോ അന്നത്തെ കാലത്ത്. റൂം എടുക്കുന്നു ഫുൾ. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് ആണ്. കാരണം കുട്ടികൾ മുഷിയരുതെന്ന് വിചാരിച്ചിട്ട് അവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ആയപ്പോൾ ശരിക്കും വെച്ചാൽ നമുക്ക് ഫാമിലിയിൽ മോളെ കൊണ്ട് ഇങ്ങനെ നല്ലൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാരൻസിനും സന്തോഷമാണ്. നല്ലൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. എല്ലാം നല്ലൊരു. ഈ കുട്ടികൾ ഈ സ്കൂളിലൊക്കെ വന്നു കഴിയുമ്പോഴേ കൂട്ടുകാര് ഈ സിനിമാ താരം ആയിട്ടുള്ള ഒരാളെയാണല്ലോ കാണുന്നത്. അപ്പൊ ഈ മമ്മൂക്ക, മോഹൻലാൽ, ഉർവശി അവരെ പറ്റിയൊക്കെ എന്തൊക്കെയാ ചോദിക്കുക? അവരെ പറ്റി ചോദിക്കുക. അവര് ഭയങ്കര ശരിക്കും കാണുന്ന പോലെ, ഫിലിമിൽ കാണുന്ന പോലെ ഭയങ്കര ഭംഗിയുണ്ടോ, മമ്മൂക്കയൊക്കെ നല്ല ഭംഗിയാണോ, ലാലേട്ടൻ ഭയങ്കര ക്ലോസ് ആണോ, ഇങ്ങനെ സംസാരിക്കോ എന്നൊക്കെ അവർക്ക് ഭയങ്കര ഡൗട്ടായി. എന്നിട്ട് പലരും എന്നെ തൊട്ടൊക്കെ നോക്കും. ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കുവോ അങ്ങനെ. ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ മമ്മൂക്ക ഫാൻ ആണെങ്കിൽ അവർക്ക് അവർ തൊട്ടൊരാളെ തൊട്ടാൽ മതി എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അവരെന്താന്ന് വെച്ചിട്ട് എന്നെയല്ല അവര് കാണുന്നത്, മമ്മൂക്കേന്റെ മകളായിട്ട് അഭിനയിക്കുമ്പോ മമ്മൂക്കേന്റെ മകളാണെന്നാണ് അവര് വിചാരിക്കുന്നത്. ഇപ്പൊ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെ പോസ്റ്റിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മേലെ 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 കയറി നിൽക്കും, മതിലിന്റെ മേലെ അടുത്ത ബിൽഡിങ്ങിലൊക്കെ. അപ്പൊ അവര് ശരിക്കും എന്നെ കാണേണ്ടിട്ടായിരിക്കില്ലെന്ന് ഞാനിപ്പോ ആലോചിക്കുന്നത്. കാരണം വെച്ചാൽ അവര് ആലോചിക്കുമ്പോൾ വാത്സല്യത്തിലെ മമ്മൂട്ടിയുടെ മകള്. അപ്പൊ അവർക്കതാണ് കവിളിൽ നുള്ളുക, പിടിച്ച് വലിക്കുക. അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ കൈകോർത്തൊക്കെ വെച്ചിട്ടാണ് ഉള്ളിലേക്ക്. കാരണം വെച്ചാൽ വലിക്കും, മുടിയൊക്കെ പിടിച്ച് അങ്ങനെ അത്രയ്ക്കും ആൾക്കാർക്ക് ഫിലിമിലുള്ള ആൾക്കാർ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും എന്നെ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഈ വടക്കൻ വീരകഥ റിലീസ് ആവുന്നതുമായി ബന്ധപ്പെട്ടായി സംസാരം. വടക്കൻ വീരകഥയിൽ എന്തെങ്കിലും ഒരു ഷൂട്ടിംഗ് ദിവസമോ അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് നടന്നൊരു ഹരിഹരൻ സാർ വന്ന് പറഞ്ഞൊരു ബ്രീഫോ ഇപ്പോൾ ഓർമ്മയിലുണ്ടോ? ഞങ്ങളെ കുട്ടികളെയൊക്കെ ഒരു വലിയ ആൾക്കാരായിട്ടാണ് പുള്ളി ഡീൽ ചെയ്തിരുന്നത്. ആർട്ടിസ്റ്റായിട്ടാണ്. അതിന്റെ റീസൺ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ എന്താ വെച്ചാൽ ഫിലിമിന് ഭയങ്കര വിലയാണല്ലോ. അന്ന് ഫിലിമിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡ് ടേക്ക് ഒക്കെ വരുമ്പോ പക്ഷെ ഭയങ്കര ഒരു പിന്നെ ഫൈനാൻഷ്യൽ ലോസ് വരും. അപ്പൊ കുട്ടികളെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു, അവരെ റെസ്പെക്ട് ചെയ്തു. ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. അപ്പൊ ഞങ്ങളൊക്കെ അതുപോലെ ചെയ്തിരുന്നു. അല്ലാത്ത കുട്ടികൾ സർവേ ചെയ്യില്ലായിരുന്നു സിനിമയില്. കാരണം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കരയുക, ക്യാമറയിൽ നോക്കുക, അതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പൊ എല്ലാരും ജോമോളായാലും വിനീതനായാലും എല്ലാരും ആര്യൊക്കെ എല്ലാരായാലും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ്. ഞങ്ങൾ കളിക്കുമ്പോ അതിന്റെ ഇടയ്ക്കാണ് വിളിക്കുക. അപ്പൊ ഞങ്ങൾക്കൊരു മുഷിവാണ് കളിക്കും. പക്ഷെ എന്നാലും ഞങ്ങള് എന്തോ ഒരു കാര്യത്തിലാണ് വന്നതെന്നുള്ള രീതിയിൽ രാവിലെ തന്നെ വരും. ഈ ഇങ്ങനത്തെ എപ്പിക് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ആണല്ലോ, വേറെ ഇങ്ങനെ നോർമൽ ഡ്രസ്സ് അല്ലല്ലോ കുട്ടികളുടെ ആഭരണങ്ങളൊക്കെ ഇട്ട്. അപ്പൊ അതൊക്കെ ഒരു രസം. അങ്ങനെ ഇവിടെ മുടി കെട്ടണം, ഇങ്ങനെ 3 കുറിയൊക്കെ തൊട്ട് ഇലയൊക്കെ വെച്ച് കുറിയൊക്കെ തൊട്ട്, ഇവിടെ ഒരു കുങ്കുമൊക്കെ വെച്ച് ഇവിടെയൊക്കെ കുറിയൊക്കെ തൊട്ട് ഭയങ്കര രസമായിരുന്നു. അത് ഇപ്പോഴും 5 വയസ്സ് 6 വയസ്സ് ഉണ്ടാവും കഷ്ടി. പക്ഷെ എന്നാലും അത് ഭയങ്കര മെമ്മറിയിലുണ്ട്, നല്ല ഓർമ്മയായിട്ട്. ഒരുപാട് ആൾക്കാർ, സുകുമാരി ആൻറ്റി അവർ നമ്മളെ മടിയിൽ പിടിച്ചിരുത്തി നമ്മളെ താലോലിക്കുന്നു, ഗീത ആൻറ്റി, അങ്ങനെ എല്ലാവരും വെച്ചാൽ അതൊരു ഭയങ്കര ഒരു ചൈൽഡ്, ഒരു കുട്ടി എന്നുള്ള നിലയിൽ ഏറ്റവും ഒരു പ്ലസന്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറി തന്നെയാണ്. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ഇപ്പം ആളുകൾ, ഈ സിനിമാ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മുടെ മലയാള സിനിമയെ നോക്കി കാണുന്ന ആളുകളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയൊക്കെ തീർച്ചയായും നമ്മളൊരു മലയാളി ആണെങ്കിൽ കുറച്ച് സിനിമകൾ നമ്മൾ കണ്ടിരിക്കണം, ക്ലാസിക്സ്. അതിലൊരു എപ്പിക് മൂവി എന്നുള്ള രീതിയിൽ അതൊരു
ഒരു നമ്പർ 1 ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. കാണണം. അന്നും നമ്മൾ കണ്ടപ്പോൾ അതിനൊരു ലാഗും കാര്യങ്ങളൊന്നുമില്ല, കളറിപ്പയറ്റും കാര്യങ്ങളും. പിന്നെ മമ്മൂക്ക പോലത്തെ ഒരു ലെജൻഡ് ആക്ടർ, സുരേഷ് ഏട്ടൻ, അങ്ങനെ എല്ലാവരും. പിന്നെ ഇന്ന് നമുക്ക് എല്ലാവരും നല്ല ഭംഗിയിൽ കണ്ടിരുന്നു. നല്ല ക്യാമറയാണ്, നല്ല ഡയറക്ഷനാണ്. എം.ടി. സാറിൻ്റെ ഒബ്വിയസ്ലി നല്ല ഡെപ്തുള്ള ക്യാരക്ടേഴ്സും ഡയലോഗ്സും നമുക്കൊന്നും പറയാനില്ല. ബിയോണ്ട് വേർഡ്സ് ആണത് ശരിക്കും. ഇപ്പം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഫിലിമോഗ്രഫിയിലെ ഒരു സിനിമയാണല്ലോ വാത്സല്യം. വാത്സല്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് അതിന്റെ ക്ലൈമാക്സ് സീക്വൻസിനോട് അടുപ്പിച്ചിട്ട് ഇപ്പോൾ വിറക് ഐ മീൻ അടുപ്പിൽ ഊതുന്ന സമയത്ത് അവിടുത്തെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിനോട് മാം പോയി പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഇത്ര നല്ല വിറക്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് പിന്നെ ഇവര് ഭയങ്കര ബുദ്ധിമുട്ടായി, ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടായിട്ടാണല്ലോ വേറൊരു സ്ഥലത്ത് ഇവർ കുന്നു പോയിട്ട് എടുത്തിട്ട് അവിടെ ജീവിതം ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങും. അപ്പൊ അവിടെ പോകുമ്പോ അവര് മുറിച്ച് നല്ല വുഡൻ വിറകൊക്കെ വെച്ചപ്പോ എൻ്റെ അടുത്ത് ഹനീഫങ്കിള് ബ്രീഫ് ചെയ്യാന്ന് വെച്ചാൽ ഇവർക്ക് ബുദ്ധിമുട്ടിയിട്ടാണ് മോളെ ഇവിടെ വന്ന് നിൽക്കുകയാണ്, മോളെ അനിയനെ നോക്കണം, പുക വരും കണ്ണില്, നമ്മൾ ഊതിയിട്ട് അത് അവർ ആ കാഠിന്യം കാണിക്കുക. കുട്ടികളിങ്ങനെ കഞ്ഞി ഉണ്ടാക്കുക, അവരവിടെ നിന്ന് എന്തോ കൃഷി ചെയ്യാനുള്ള പരിപാടി നോക്കുക, വെള്ളമില്ലാത്ത സ്ഥലം അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ വിറക് ആര് വെക്കും, ഇവർക്ക് കിട്ടില്ലല്ലോ, ഇവര് പുവറായിട്ടുള്ള ആൾക്കാരല്ലേ അങ്കിളെ, ഇത് ശരിയാവില്ല, ഇത് ഒരു വടിയെല്ലാം മാവിൻ്റെ അല്ലയോ അങ്ങനത്തെ നാശമായിട്ടുള്ള വടികളും ഇങ്ങനെ കേടായിട്ടുള്ള വടികളൊക്കെയാണ് വെക്കേണ്ടത് എന്ന്. അതെന്താണെന്നറിയില്ല, അങ്ങനെ ലോജിക്ക് ഉപയോഗിക്കുന്ന എൻ്റെ ജോലിയും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം ഞാൻ അന്ന് മുതലേ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ച് അത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ 2.5 വയസ്സ് മുതലേ നമ്മൾ അഭിനയിക്കുകയാണല്ലോ. അപ്പൊ വാത്സല്യൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഞാൻ ഒരു 5th സ്റ്റാൻഡേർഡ് ഒരു 10 വയസ്സൊക്കെ ഉണ്ടാവും അപ്പോഴേക്കും. 8 വയസ്സോ 10 അപ്പോഴേക്കും നമ്മളിങ്ങനെ വെച്ചാൽ പ്രായം കുറവാണെങ്കിലും 2.5 വയസ്സ് മുതൽ 10 വയസ്സിൽ അത്രയും കൊല്ലങ്ങൾ നമ്മളിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ആ എക്സ്പീരിയൻസ്, നമ്മൾ വലിയ വലിയ ലെജൻസ് കബീർ പൊന്നും ആൻറ്റി, ഒടുവിലങ്കിൾ, അങ്ങനെ എല്ലാവരും വെച്ചാൽ ഭയങ്കര ലക്കിയാണ്. കാരണം ഇന്നത്തെ എല്ലാ നമ്മൾ എന്താ പറയുക കണ്ട തൊഴണ പോലത്തെ ആൾക്കാർ, അവരൊക്കെ നമ്മൾ ഉപദേശിക്കുന്നു, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അവരെ കൂടെ നിൽക്കുന്നതിന്റെ ഗുണമായിരിക്കും ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. ആ ഒരു ഇതുണ്ടാവുമല്ലോ, നമ്മൾ മുല്ലപ്പൂ പൂമ്പടിയായിട്ട് അതുപോലെ അങ്ങനെ ആയിരിക്കും തോന്നുന്നു. അങ്ങനെ ഒരു വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതൊരു കോമഡിയാണ്. ചെറിയ കുട്ടി അങ്ങനെ പറയുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഈ ചെറിയ കുട്ടിക്ക് അറിയാം എന്താണോ എന്ന് വെച്ചിട്ട് അവർ ചീത്ത പറയുന്നുണ്ട്. കാരണം ആട്ടിലൊക്കെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ജോലിക്ക് വന്നപാടായിരിക്കും ചിലപ്പോൾ അവരെ ബുദ്ധി അപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ചിലർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെ ഈ മമ്മൂക്ക ഒരുപാട് സിനിമകൾക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മഹാനദിയിലേക്ക്, അത് കമൽ സാറിന്റെ മഹാനദിയിലേക്ക് ഒക്കെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, അഞ്ജലിയിലേക്ക് സുമാരി അമ്മ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, തമിഴിലേക്കൊക്കെ. കാരണം വെച്ചാൽ അപ്പൊക്കെ 6 months 1 year ഒക്കെ ലീവ് എടുക്കണം സ്കൂളിൽ നിന്ന്. അപ്പൊ അമ്മ ടീച്ചറാണ്. അപ്പൊ അമ്മ പറയും പഠിത്തം ഒഴിവാക്കിയിട്ടുള്ള പണി വേണ്ട. അതൊക്കെ അന്നൊന്നും ഇതിന്റെ ഒരു സാധ്യതയും കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. പിന്നെ എന്തായാലും ബുദ്ധിമുട്ടാണ് പഠിച്ചിട്ടില്ലെങ്കിൽ. ഒരു കൊല്ലൊക്കെ സ്കൂളിൽ പോവാണ്ടിരിക്കാന്ന് പറയുന്നത് അന്ന് അതൊക്കെ അവർക്കൊക്കെ തമിഴിലൊക്കെ അതൊരു ശീലമാണ്. കാരണം 6 മാസം ഒരു കൊല്ലൊക്കെ ഒരു സിനിമ. ഇവിടെ നമുക്ക് മലയാളത്തിൽ 28 ദിവസം 1.5 മാസം കൊണ്ട് ഒരു സിനിമ കഴിയും. ഞാനൊക്കെ ഒരു കൊല്ലത്തിലൊക്കെ ഒരു 13-14 സിനിമ ചെയ്ത സമയമൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ അങ്ങനെ കുറച്ച് ഓഫേഴ്സൊക്കെ, പിന്നെ അതൊക്കെ ഒരു നമ്മളെ യോഗം ഭാഗ്യം എന്ന് പറയാം. അപ്പോൾ